കുറേ നാളിന് ശേഷം ആണ് ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. ഒരു ഫുഡ് വ്ളോഗായിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത്. ഞാൻ സിനിയും കഴിഞ്ഞ വ്ളോഗ് നമ്മൾ ചെയ്തിട്ട് കുറച്ച് ദിവസമായില്ലേ, അറൗണ്ട് 1 വീക്ക് ആയിട്ടുണ്ട്. നമ്മൾ അന്ന് ഫ്രൈഡ് ചിക്കൻ ഒക്കെ വീട്ടിലുണ്ടാക്കി കുറേ നാളിന് ശേഷമാണ്. അപ്പോൾ ആ ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് സ്പാനിഷ് ഓംലെറ്റ് എന്നാണ്. ഓക്കെ, നമ്മൾ നോർമൽ ഓംലെറ്റ്, എനിക്ക് ഈ ഓംലെറ്റോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഈ സമ്മേളനങ്ങൾക്ക് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ഇതിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും ഓംലെറ്റ് കച്ചവടം. മലപ്പുറത്ത് പ്രത്യേകിച്ചും ഭയങ്കര രസമുള്ള സംഭവമാണ്. ഈ അലൂമിനിയത്തിൻ്റെ ഒരു ഫ്രൈ പാൻ പോലത്തെ സംഭവം ഉണ്ട്. അതിൽ അവർ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒരു കറക്കണ്ട. ആ സ്മെല്ല് വരുന്ന ഭയങ്കര ഫീലാണ്. അതുപോലെ തന്നെ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും പരീക്ഷിച്ചു ഈ സമ്മേളനത്തിൽ പോയിട്ടുണ്ടാവില്ല. അപ്പൊ സമ്മേളനത്തിലോ മതപ്രഭാഷണമൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഓംലെറ്റ് അല്ല കേട്ടത്. സമ്മേളനത്തിൽ നിന്ന് കിട്ടുന്നതല്ല, അത് റോഡ് സൈഡിലെ കച്ചവടക്കാരെ കയ്യിലുണ്ടാവും. പക്ഷെ ഇത് അതൊന്നുമല്ല, നമ്മളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. സ്പാനിഷ് ഓംലെറ്റ് ആണ്. ഭയങ്കര സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഞാൻ ഉണ്ടാക്കണോ സിനി ഉണ്ടാക്കുമോ? സിനി ഉണ്ടാക്കും. ഞാൻ അതിൻ്റെ കൂടെ എല്ലാ സപ്പോർട്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ചാനൽ ഫസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എന്താണ് നമുക്ക് ഇതിന് എന്തൊക്കെ വേണം, എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. നമുക്ക് ഒരു ചെറിയ 2 ഉരുളക്കിഴങ്ങ്, അത് വലുതാണെന്നുണ്ടെങ്കിൽ 1 മതി, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിൽ ഒനിയന് ചോപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് മിൻ്റാണ്, അത് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 മുട്ട വേണം. പിന്നെ കുറച്ച് ചീസ്, ഓക്കെ. പിന്നെ ഇത് ക്യാബേജ് ആണ്. ക്യാബേജ് ഇതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഓയിൽ, സൺഫ്ലവർ ഓയിൽ. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് ഇനി അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു പാന് ഇപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ടിച്ച് കൊടുക്കുകയാണ്, മതിയാവും. അപ്പോൾ നമ്മൾ പാൻ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ, 2 ഭാഗങ്ങൾ. അതെ, അത് കരിയാൻ പാടില്ല, ജസ്റ്റ് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ ചൂട് മതിയാവില്ല സിനി? സിമ്മിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും. കുറച്ച് ഉപ്പ് മതി, അധികം ആവാൻ പാടില്ല. കാരണം നമ്മൾ മുട്ടയിലും ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒന്ന് വഴറ്റി വരുന്ന ടൈം ആകുമ്പോൾ നമ്മൾ അതിലോട്ട് ഒനിയൻ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിയും ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി അടുത്ത് ചേർക്കാനുള്ളത് ക്യാബേജാണ്. ക്യാബേജ് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കും. അപ്പോൾ ഏകദേശം നമ്മളൊരു 10 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ട് തോന്നുന്നു ലെസിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളത് മാറ്റി വെക്കാം കേട്ടോ. ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. തീ എന്തായാലും നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് എല്ലാം മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ 3 മുട്ട അതിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലോട്ട് എന്താ സിനിയ? പുതിന ഇട്ട് കൊടുക്കണം. കുറച്ച് മതിയിട്ട, കൂടുതൽ വേണ്ട. അപ്പോൾ കുറച്ച് പുതിനയുടെ ഇല നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മറ്റേ മിക്സ്ചറാണ്. അതുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് 2 സംഭവം കൂടി ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ഉപ്പ് വേണം, കുറച്ച് കുരുമുളക് പൊടി. ഓക്കെ, നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച്
കുരുമുളക് പൊടി എല്ലാം ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അത് മതി, കൂടുതലാണോ എന്ന് എനിക്ക് തോന്നുന്നു. അത് മതി, 1/2 ടീസ്പൂണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വേണ്ടത് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസിനെ ഒന്ന് ഇതാക്കുക. ഓക്കെ, ഇത്രയും സംഭവം ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് മുഴുവനായിട്ട് ഒഴിക്കരുത്, നമുക്ക് പകുതി ഒഴിച്ചാൽ മതി. ഓക്കെ, ഒഴിക്കാനായിട്ടുണ്ടാവും. പകുതി ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ചൂട് ചെറുതാക്കണം കേട്ടോ നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമ്മളിതിലോ മുകളിലോട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസ് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് എല്ലാ ഭാഗത്തോട്ടും നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബാക്കിയുള്ള നമ്മുടെ കൂട്ട് എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. നമ്മൾ ഏകദേശം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. നമുക്കിത് ഒരു ചെറിയ തീയിലൊരു 5 മിനിറ്റോളം വെക്കാം. ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈഡായിട്ട് നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് മുകളിൽ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലോട്ട് വെച്ച് കൊടുക്കണം. ഇട്ട് കൊടുക്കണം പതുക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സൈഡായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് കൂടെ മറ്റേ സൈഡൊന്ന് വേവിക്കണം. നമ്മളിത് റെഡിയായി വരുന്നുണ്ട്. കരിഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മൾ തീ കുറച്ച് സമയം വെച്ചത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നമ്മൾ ഇത് കരിയാതെ ശ്രദ്ധിക്കണം. മെയിനായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇത് അടച്ചു വെക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറഞ്ഞ സമയം വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇതിലോട്ട് മറിച്ച് കൊടുക്കണം. പിന്നെ അതേപോലെ നമ്മുടെ ഫില്ലിങ് നമ്മളിത് കൂട്ടുണ്ടല്ലോ അത് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് അത് കുറച്ച് ഇതായിരുന്നു, ലൂസായി പോയി. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ സ്പാനിഷ് ഓംലെറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് വെക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് സെറ്റായി. അപ്പോൾ നമ്മൾ സ്പാനിഷ് ഓംലെറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഇനി കട്ട് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ശരിക്കും എല്ലാ ഭാഗവും ഒന്ന് ശരിക്കും കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് പൊക്കിയ വാസ് എങ്ങനെയുണ്ട് സിനിയ? അതാണ് ഇനി കഴിച്ചു നോക്കുക. അത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാം. ഒന്ന് കഴിച്ചു നോക്കുക. എന്നത് എങ്ങനെയുണ്ടോ നോക്കണ്ട. ചീസിൻ്റെ ടേസ്റ്റാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് നമുക്ക് എന്തായാലും അത് നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അല്ലേ? അപ്പോൾ ഈ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നില്ലേ? എന്തായാലും അവരൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറഞ്ഞു. കാരണം ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായി കാണും. വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഭയങ്കര രസമാവും. സിമ്പിൾ ആയിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും
കുട്ടികൾക്ക് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. കാരണം അത്രയും സിമ്പിളാണ്, ഭയങ്കര ഒരു ഡിഫറെൻറ്റ്. നമ്മൾ നോർമൽ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും ബെസ്റ്റായിട്ട് ഇതൊന്ന് ഇടയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഓക്കെ ഞാൻ സിനിമ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും